കണ്ണീരിൻ്റെ കഥ മാത്രം പറയാനുള്ള തിരുവനന്തപുരത്തെ ഒരു കുടുംബത്തിലേക്കാണ് ഇനി നമ്മൾ യാത്ര പോകുന്നത്. പേരൂർക്കടയിലെ സതീഷും ബിൻസിക്കും 3 പെൺമക്കൾ. പക്ഷേ ആ സന്തോഷം അവരിൽ കാണാൻ കഴിയുന്നില്ല. സെറിബ്രൽ പാൾസി 2 കുട്ടികളെ തളർത്തിക്കളഞ്ഞു. ഒരാളെ പിടികൂടിയത് ബ്രെയിൻ ക്യാൻസറും. സങ്കടകരം. എനിക്ക് 3 പെൺമക്കളാണ്. മൂത്ത മകൾക്ക് ബ്രെയിനിലാണ് അസുഖം. രണ്ടാമത്തെ മകൾ ബ്രെയിൻ ട്യൂമർ ക്യാൻസറാണ്. മൂന്നാമത്തെ മകൾക്ക് സ്പൈനൽ കോഡിലാണ് അസുഖം. ബ്ലെസ്സിക്ക് വയസ്സ് 14, 3 വയസ്സാണ് സാറയ്ക്ക്. രണ്ടാളെയും ജനിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ ശരീരമിങ്ങനെ തളർത്തിക്കളയുന്ന സെറിബ്രൽ പാൾസി പിടികൂടി. 4 വയസ്സുള്ള ഏഞ്ചലിനെ ആക്രമിച്ചത് ബ്രെയിൻ ക്യാൻസർ എന്ന വില്ലൻ. കുറച്ചെങ്കിലും എഴുന്നേറ്റ് നടക്കുന്നത് ഏഞ്ചൽ മാത്രമാണ്. പക്ഷേ അവൾക്ക് ജീവിക്കാൻ ശസ്ത്രക്രിയ വേണം, തുടർന്നും ചികിത്സിക്കണം. ബ്ലെസ്സിക്കും സാറയ്ക്കും ജീവിതകാലം മുഴുവനും ചികിത്സ ആവശ്യമാണ്. പക്ഷേ കൂലിപ്പണിക്കാരനായ സതീഷ് എങ്ങനെ മക്കളുടെ ചികിത്സ മുന്നോട്ട് പോകുമെന്ന ആശങ്കയിലാണ്. ലൈഫ് ലോങ് ആണ്, കണ്ടിന്യൂ ആയിട്ട് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കണം. എനിക്ക് തന്നെ എല്ലാ ദിവസവും ജോലിക്ക് പോകാൻ കഴിയത്തില്ല. കുഞ്ഞുങ്ങളെ നോക്കണം, അവർക്ക് കറക്റ്റായിട്ട് കൃത്യമായ മരുന്ന് നൽകണം, അവർക്ക് കൃത്യമായ ഭക്ഷണം കൊടുക്കണം. ഞങ്ങൾ 2 പേരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാ ദിവസവും ജോലിക്ക് പോകാൻ പറ്റത്തില്ല. 1 മാസത്തെ മരുന്നിന് മാത്രം ഏതാണ്ട് 80,000 രൂപയാകുമെന്ന് സതീഷ് പറയുന്നു. മരുന്നിനായി ഇതിനോടകം കുറേ കടം വാങ്ങി. തുടർന്നുള്ള ചികിത്സയ്ക്കും ഏഞ്ചലിൻ്റെ ശസ്ത്രക്രിയകൾക്കും ഉൾപ്പെടെ കോടികളാണ് വേണ്ടത്. ശസ്ത്രക്രിയ ഉടൻ നടത്തണമെന്നാണ് ഡോക്ടേഴ്സും പറയുന്നത്. വീടൊക്കെ വിറ്റൊക്കെയാണ് ചികിത്സ നടത്തിയത്. പലരിൽ നിന്നും കടം വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം ഇനിയും കൊടുക്കാനുണ്ട് കാശുകൾ. പലിശയ്ക്ക് എടുത്താണ് ചികിത്സ നടത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ആശുപത്രിയിലാണ് ഏഞ്ചലിൻ്റെ ചികിത്സ. ആശുപത്രിയിൽ ബെഡില്ലാതെ വന്നാൽ ശസ്ത്രക്രിയ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ നടത്തേണ്ടി വരുമെന്ന് കുടുംബം പറയുന്നു. എങ്ങനെയും മക്കളുടെ ജീവൻ നിലനിർത്തണമെന്ന് മാത്രമാണ് സതീഷിൻ്റെയും ബിൻസിയുടെയും പ്രാർത്ഥന. സന്മനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. തിരുവനന്തപുരം. സുമനസ്സുകൾ സഹായിക്കുക. ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതിൻ്റെ വിശദാംശങ്ങൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ പിൻ ചെയ്തേക്കാം.